നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ കോംപ്ലക്സ് ഏഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമുക്ക് പറയാവുന്നത് ലെറ്റ് എ ബി എ n by n മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ്, ദെൻ ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഇസ് എ പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ഓഫ് ഡിഗ്രി n ഇൻ ലാംഡ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡയുടെ പോളിനോമിയൽ ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. അതിനെ ഈക്വൽ ടു 0 എന്ന് ചെയ്യുമ്പോഴാണ് നമുക്കത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുന്നത്. ദിസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് n റൂട്ട്സ്. അപ്പോൾ n റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. നമുക്ക് എപ്പോഴും അറിയാം ക്യാരക്ടറിസ്റ്റിക് ഒരു ഇക്വേഷൻ ഓഫ് ഓർഡർ n ഹാസ് n റൂട്ട്സ്. അപ്പോൾ ആ റൂട്ട്സ് ചിലപ്പോൾ ചില സമയങ്ങളിൽ റിയൽ ആവണം എന്നില്ല. സോ ചില സമയങ്ങളിൽ അതിന് ഏഗൻ വാല്യൂസ് കോംപ്ലക്സ് ഏഗൻ വാല്യൂസ് ഉണ്ടാകും. കാരണം എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് എന്തെന്ന് പറയുന്നത് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അതിന് ചില സമയങ്ങളിൽ അതിന് എന്തുണ്ടാവും, കോംപ്ലക്സ് ഏഗൻ റൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, അത് അങ്ങനെ ഉണ്ടായാലുള്ളൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത തിയറം പറയുന്നത്. ഈ തിയറം പറയുന്നത് എന്താണ്, ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ് ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇഫ് ലാംഡ ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ, അതായത് ഒരു കോംപ്ലക്സ് നമ്പർ ഈസ് എ ഏഗൻ വാല്യൂ ഓഫ് എ, then its conjugate is also an eigenvalue of a. Very very important. എന്താ നമ്മൾ പറയുന്നത്, ഏതെങ്കിലും ഒരു കോംപ്ലക്സ് റൂട്ട്, ഏതെങ്കിലും ഒരു ഏഗൻ വാല്യൂ കോംപ്ലക്സ് നമ്പറായിട്ട് ഒരു ഏഗൻ വാല്യൂ ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്കതിൻ്റെ വേറൊരു ഏഗൻ വാല്യൂ നമുക്ക് പറയാൻ സാധിക്കും. അതേതാണ്, ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദ ഗിവൺ റൂട്ട്. അതാണ് ലാംഡ എന്ന് പറയുന്ന ഒരു ഏഗൻ വാല്യൂ ഉണ്ടെങ്കിൽ വിച്ച് ഈസ് എ കോംപ്ലക്സ് നമ്പർ, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഏഗൻ വാല്യൂ ഉണ്ടെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റ എന്ന് പറയുന്ന ഒരു ഏഗൻ വാല്യൂ നമുക്ക് എക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കെ എന്ന് പറയുന്നത് ഒരു ഏഗൻ വെക്ടർ ആണെങ്കിൽ കെ കോൺജുഗേറ്റ് എന്ന് പറയുന്നതായിരിക്കും എന്താണ് ലാംഡ കോൺജുഗേറ്റിൻ്റെ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ലാംഡ കോൺജുഗേറ്റ്. ആ ലാംഡ കോൺജുഗേറ്റിൻ്റെ എന്താണ് ഏഗൻ വെക്ടർ, ഈ ലാംഡ കോൺജുഗേറ്റിൻ്റെ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ കോൺജുഗേറ്റ് ഓഫ് ലാംഡ. ലാംഡയുടെ ഒരു ഏഗൻ വെക്ടർ ഉണ്ടാവും, അതാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡയുടെ ഒരു ഏഗൻ വെക്ടർ അല്ലെങ്കിൽ കെ എന്നല്ലെങ്കിൽ എക്സ് എന്ന് പറയാം. നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ഏഗൻ വെക്ടറാണ് കറസ്പോണ്ടിങ് ടു ലാംഡ. അങ്ങനെയാണെങ്കിൽ എക്സ് കോൺജുഗേറ്റ് ആയിരിക്കും എന്ത്, ലാംഡ കോൺജുഗേറ്റിൻ്റെ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് ട്രിവിയലായിട്ടുള്ള പ്രൂഫൊന്നും നമുക്ക് പറയേണ്ടത് ആവശ്യമില്ല. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഫൈൻഡ് ദ ഏഗൻ വാല്യൂ ആൻഡ് ഏഗൻ വെക്ടേഴ്സ് ഓഫ് 6 - 1 5 4. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതാണ്, നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം മൈനസ് ലാംഡ കൂടി റീപ്ലേസ് ചെയ്യുക അല്ലേ. അപ്പോൾ 6 മൈനസ് ലാംഡ, പിന്നെ മറ്റേത് എന്ത് വരും, -1 അങ്ങനെ തന്നെ വരും, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് എ ഡയഗണൽ എലമെൻറ്റ്. ഇനി അടുത്ത എലമെൻറ്റ് 5, അത് അങ്ങനെ തന്നെ വരും, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് എ ഡയഗണൽ എലമെൻറ്റ്. ഇനി 4 എന്ന് പറയുന്ന ഡയഗണൽ എലമെൻറ്റ് എന്തായിട്ട് മാറും, 4 മൈനസ് ലാംഡ ഈക്വൽ ടു 0. സോ ദിസ് വിൽ ബി ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ -5 അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് 6 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ പ്ലസ് 5 ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 × 4 ദാറ്റ് ഈസ് 24 പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ കിട്ടും. ഓർ ഇൻ അതർ വേർഡ്സ് we can simplify it as ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 29 ഈക്വൽ ടു 0. ദിസ് വിൽ ബി ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്, ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 29 ഈക്വൽ ടു 0. സോ ഇതിന് നമുക്ക് ഇനി ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ദിസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിച്ചാലേ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കിട്ടുള്ളൂ. സോ ലാംഡയുടെ വാല്യൂ എന്താണ്, ഇതിൻ്റെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c ഡിവൈഡഡ് ബൈ 2a. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ finding the roots of any quadratic equation. So minus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിയുടെ സ്ഥാനത്ത് -10 ആയിരുന്നു. സോ മൈനസ് ബി വിൽ കം 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -10 ദ ഹോൾ സ്ക്വയർ ഈസ് 100 -4 ഇൻറ്റു 1 ഇൻറ്റു 29. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 100 minus what is 29 into 4
29 into 4 is how much? 29 into 4 is 8 അല്ലേ? സോ 8 വരും നമുക്ക് അല്ലേ? 100 minus 29 into 4 will become 8 അല്ലല്ലോ നമുക്ക് വരിക, 16 വരും, isn't it? So 16, so 100 minus 29, that will be minus 16. Minus 16 divided by 2 അല്ലേ? Minus 16 divided by 2. Now what is root of minus 16? That is I, 4i ആണ് minus 16ൻ്റെ root. So 10 plus or minus 4i divided by 2 ഇതായിരിക്കും നമുക്ക് വരുന്നത്. ബിക്കോസ് മൈനസ് 16 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്, ഐ പുറത്തേക്ക് എടുക്കാൻ, റൂട്ട് ഓഫ് മൈനസ് 1 ഈസ് ഐ. സോ ദിസ് ഇസ് 10 പ്ലസ് ഓർ മൈനസ് 4i/2. സോ അതുകൊണ്ട് തന്നെ ലാംഡയുടെ ഇവിടെ നമുക്ക് ലാംഡ സ്ക്വയർ ആണ്, അപ്പോൾ അതുകൊണ്ട് 2 ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ ലാംഡയുടെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 10 ദാറ്റ് ഈസ് 5 പ്ലസ് ഓർ മൈനസ് 2. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 5 പ്ലസ് ഓർ മൈനസ് 2i എന്ന് സിംപ്ലിഫൈ ചെയ്യുക അല്ലേ? 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ദാറ്റ് മീൻസ് ലാംഡയുടെ ഇവിടുത്തെ നമ്മുടെ ഓരോ എന്താ പറയുക ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? 5 പ്ലസ് ഓർ മൈനസ് 2i, 5 പ്ലസ് ഓർ മൈനസ് 2i. അത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 5 പ്ലസ് 2i ആൻഡ് അനദർ വാല്യൂ ഈസ് ലാംഡ ഈക്വൽ ടു 5 മൈനസ് 2i എന്ന് പറഞ്ഞ് എഴുതാം. സോ ലാംഡ ഈക്വൽ ടു 5 പ്ലസ് ഓർ പ്ലസ് 2i, ലാംഡ ഈക്വൽ ടു 5 മൈനസ് 2i. സോ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്കിതിനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? സോ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എന്ത് വരും ഈ കേസിൽ? എ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? 6 മൈനസ് 1 5 4 ആയിരുന്നു അല്ലേ? സോ 6 മൈനസ് 5 പ്ലസ് 2i ഓർ 1 മൈനസ് 2i എന്ന് പറഞ്ഞു വരും. 1 മൈനസ് 2i, മൈനസ് 1 അവിടെ തന്നെ നിൽക്കും, 5 അവിടെ തന്നെ നിൽക്കും, പിന്നെ 4 മൈനസ് 5 മൈനസ് 2i, സോ ഇറ്റ് വിൽ ബിക്കം മൈനസ് 1 മൈനസ് 2i എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും അല്ലേ? ദിസ് ഇസ് എ മൈനസ് ലാംഡ ഐ. ഈ കേസിൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എന്ത് വരും? എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? നമുക്കിവിടെ ഉള്ളത് 5 മൈനസ് 2i ആണ്. സോ 6 പ്ലസ് 6 മൈനസ് 5 മൈനസ് 2i വിൽ ബിക്കം 1 പ്ലസ് 2i ആൻഡ് മൈനസ് 1 5. So next will be 4 minus 5 plus 2i. So minus 1 plus 2i എന്ന് പറയുന്നതായിരിക്കും എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ്, എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഓരോ കേസുകളിൽ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വെക്ടർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? എ മൈനസ് ലാംഡ ഐ ഇവിടെ ലാംഡ 5 പ്ലസ് 2i എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 പ്ലസ് 2iയുടെ ലാംഡ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 2i മൈനസ് 1 5, പിന്നെ ഇവിടെ എന്തായിരുന്നു? മൈനസ് 1 മൈനസ് 2i ആയിരുന്നു. മൈനസ് 1 മൈനസ് 2i മൈനസ് 2i ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് x1 x2 ഈക്വൽ ടു 0 0. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 2i ഇൻറ്റു x1 ഓർ ഇൻറ്റു i ഇൻറ്റു x1 minus x2 is equal to 0 and 5x1 minus x2 into 1 minus 2i, x2 into 1 plus 2i equal to 0. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യണം. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x1 എന്ന് പറയുന്നതിനെ 1ഉം x2 എന്ന് പറയുന്നതിനെ 1 മൈനസ് 2iയുമായിരിക്കും നമുക്ക് കിട്ടുക. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 എന്ന് പറയുന്നത് 1ഉം x2 എന്ന് പറയുന്നത് 1 മൈനസ് 2i കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് x1 എന്ന് പറയുന്നത് 1 മൈനസ് 2i എന്ന് പറയുന്നതായിരിക്കും വെക്റ്റർ കറസ്പോണ്ടിങ് ടു ഏത്? 5 പ്ലസ് 2i, 5 മൈനസ് 2iക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5 മൈനസ് 2i അല്ലേ? അല്ല, ഇവിടെ 5 പ്ലസ് 2i. 5 പ്ലസ് 2iയുടെ എന്താണ് ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ വാട്ട് വിൽ ബി ദ ഏഗൻ വെക്ടർ ഓഫ് 5 മൈനസ് 2i? 5 മൈനസ് 2iയുടെ ഏഗൻ വെക്ടർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി x1 കോൺജുഗേറ്റ്. അതായത് x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 കോൺജുഗേറ്റ് ആയിരിക്കും. 1ൻ്റെ കോൺജുഗേറ്റ് 1 തന്നെയാണ്. 1 മൈനസ് 2iയുടെ കോൺജുഗേറ്റ് 1 പ്ലസ് 2i. സോ ദിസ് വിൽ ബി ദ ഏഗൻ വെക്ടർ ഇൻ കേസ് ഓഫ് x2. അതായത് x2 ഈസ് ഈക്വൽ ടു ഇൻ കേസ് ഓഫ് എന്താണ്? സെക്കൻഡ് ഏഗൻ വാല്യൂ.
അപ്പോൾ 5 - 2i ഇതിൻ്റെ കോൺജുഗേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് ആണ് 5 - 2i എങ്കിൽ ഈ x1ൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും അതിൻ്റെ ഏഗൻ വെക്റ്റർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അതായത് നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമുക്കിവിടെ കിട്ടിയേക്കണമെങ്കിൽ, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി ആണ് കിട്ടിയേക്കണമെങ്കിൽ നമുക്ക് ഒരേ ഒരു സൊല്യൂഷൻ്റെ മാത്രം ഏഗൻ വെക്റ്റർ കണ്ടുപിടിച്ചാൽ മതി. മറ്റേതിൻ്റെ ഏഗൻ വെക്റ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കിട്ടിയ ഏഗൻ വെക്റ്ററിനെ നമുക്ക് കോൺജുഗേറ്റ് എടുത്താൽ മതി. അതാണ് കോംപ്ലക്സ് കോൺജുഗേറ്റിലുള്ള മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സിംഗുലർ മെട്രിക്സിൻ്റെ കാര്യമാണ്. സിംഗുലർ മെട്രിക്സ് എന്താണ്? സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആയിട്ടുള്ള സിംഗുലർ മെട്രിക്സ്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് ഇതുള്ളത്. ലെറ്റ് എ ബി ആൻ n/n മെട്രിക്സ്, then the number lambda equal to 0 is an eigenvalue of A if and only if A is singular. Or in other words, the matrix A is singular if and only if the number 0 is an eigenvalue of A. എല്ലായ്പ്പോഴും സിംഗുലർ മെട്രിക്സിന് ഷുവർ ആയിട്ടൊരു ഏഗൻ വാല്യൂ ഉണ്ടാവും, ലാംഡ ഈക്വൽ ടു 0. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമുക്ക് ഏഗൻ വാല്യൂസ് കിട്ടിയിരുന്നത് ലാംഡ ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു 3, ലാംഡ ഈക്വൽ ടു 15. ഇങ്ങനെ 3 വെക്ടേഴ്സായിരുന്നു ഏഗൻ വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ, ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഏഗൻ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ആ മെട്രിക്സ് നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തേക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്ത് മെട്രിക്സ് ആണ്? ഇറ്റ് ഈസ് എ സിംഗുലർ മെട്രിക്സ്. സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണത്. ഞാൻ പ്രൂഫിലേക്ക് പോകുന്നില്ല. പക്ഷേ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു മെട്രിക്സ് സിംഗുലർ ആണോ എന്നുള്ളത് നോക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഏഗൻ വാല്യൂ 0 ആണോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏഗൻ വാല്യൂ 0 ആണോ എന്ന് നോക്കാനായിട്ട് അത് സിംഗുലർ മെട്രിക്സ് ആണോ എന്ന് നോക്കിയാൽ മതി. അതായത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കാം. അതിന് ഒരു ഏഗൻ വാല്യൂ 0 വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്ത് പറയാം? അല്ല, അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതിൻ്റെ ഒരു ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. തിരിച്ച് ഒരു ഏഗൻ വാല്യൂ 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ആ കോഎഫിഷ്യൻ മെട്രിക്സ് എ എന്ന് പറയുന്ന കോഎഫിഷ്യൻ മെട്രിക്സ് എന്തായിരിക്കും? ഒരു സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. ഇതാണ് ഏഗൻ വാല്യൂസ് ഓഫ് സിംഗുലർ മെട്രിക്സ് ആൻഡ് സിംഗുലർ മെട്രിക്സ്, ഏഗൻ വാല്യൂസ് ആൻഡ് സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അടുത്തത് ഇതുപോലെ തന്നെ ഇൻവേഴ്സിൻ്റെ ഒരു ഏഗൻ വാല്യൂ കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇൻവേഴ്സിൻ്റെ ഏഗൻ വാല്യൂ. ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു. എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആകുന്ന മെട്രിക്സ് എ ഇൻവേഴ്സ് ആണ്. അതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഒരു മെട്രിക്സിനെ വേറൊരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ എ ഇൻവേഴ്സ് എന്ന് ആ രണ്ടാമത് കിട്ടിയ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന എ ഇൻവേഴ്സ് എന്നാണ്. ദാറ്റ് മീൻസ് ഇഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു ഐ വിച്ച് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ, ദെൻ ബി ഈസ് സെറ്റ് ടു ബി ആൻ ഇൻവേഴ്സ് ഓഫ് എ. അതാണ് ഡെഫിനിഷൻ. അപ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആയിരിക്കും. അതിനാണ് ഇൻവേഴ്സിൻ്റെ കാര്യം പറയുന്നത്. നമുക്കിവിടെ പറയാനുള്ള തിയറം ഇതാണ്. ലെറ്റ് എ ബി എ നോൺ സിംഗുലർ മെട്രിക്സ് ഇഫ് ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് എ വിച്ച് കറസ്പോണ്ടിങ് ടു ഏഗൻ വെക്റ്റർ കെ, then 1/λ is the eigenvalue of A inverse with the corresponding eigenvector k. ഓക്കെ, അതായത് നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ ഇൻവേഴ്സാണ് എ. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് എല്ലാം എന്തായിരിക്കും? എയുടെ ഏഗൻ വെക്റ്റേഴ്സിൻ്റെ ഇൻവേഴ്സുകളായിരിക്കും. അതായത് ലാംഡ എന്ന് പറയുന്നത് ഏഗൻ വെക്റ്റർ ഓഫ് എ ആണെങ്കിൽ 1/λ വിൽ ബി ആൻ ഏഗൻ വെക്റ്റർ ഓഫ് എ ഇൻവേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ റെസിപ്രോക്കൽ ഓഫ് ഏഗൻ വാല്യൂസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഏഗൻ വെക്റ്റേഴ്സ് ഓഫ് ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൂഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പ്രൂഫും വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണ്. കാരണം എന്താണ്? നമുക്ക് എ ഇൻവേഴ്സ് ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? എ ഇൻവേഴ്സിൻ്റെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. എ കെ ഈക്വൽ ടു ലാംഡ കെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. അവിടെ നേരെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് കിട്ടും. അതെന്താണ്? എ ഇൻവേഴ്സ് കെ ഈസ് ഈക്വൽ ടു 1/λ ഇൻറ്റു കെ. ദിസ് ഈസ് ബൈ ദ ഡെഫിനിഷൻ. എന്താണ്? ഏഗൻ വെക്റ്റേഴ്സിൻ്റെ ഡെഫിനിഷനാണ്. എന്താണ്? എ ഇൻവേഴ്സ് കെ ഈസ് ഈക്വൽ ടു 1/λ കെ ആണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/λ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഏഗൻ വാല്യൂ ആണ്. ഡെഫിനിഷൻ ഓഫ് ഏഗൻ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൂഫാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു പ്രത്യേകത കൂടി പറയാനുണ്ട്. നമുക്ക് ഡയഗണൽ മെട്രിക്സ്, ഓക്കെ, ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, അതിനെ കോമൺ ആയിട്ട് നമുക്ക് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ,
ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതിൻ്റെയൊക്കെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടേക്ക് ദ ഡയഗണൽ എലമെൻറ്റ്സ്. ഡയഗണൽ എലമെൻറ്റ്സ് എടുത്താൽ മതി. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 2 0 0 5 എന്ന് പറയുന്ന ഡയഗണൽ എൻട്രീസ് മാത്രമേ നോൺ സീറോ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ എലമെൻറ്റ്സും സീറോ ആയിരിക്കും. ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ചിട്ടുള്ള എല്ലാ വാല്യൂസും സീറോ ആവുന്നതിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ ട്രയാങ്കുലർ മെട്രിക്സ് എന്തായിരുന്നു? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലിൻ്റെ താഴേക്കുള്ള എല്ലാ വാല്യൂസും സീറോ ആയിരിക്കും. ഡയഗണലിൻ്റെ മുകളിലേക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും നോൺ സീറോ വാല്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ താഴേക്ക് സീറോ ആയിരിക്കും. അപ്പർ ട്രയാങ്കുലർ, അപ്പോൾ താഴേക്കൊന്നും നോക്കണ്ട, അതായത് താഴേക്ക് കംപ്ലീറ്റ് സീറോ ആയിരിക്കും. ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാലോ ലോവർ ട്രയാങ്കുലർ, ദാറ്റ് മീൻസ് മുകളിലേക്കൊന്നും നോക്കണ്ട, ഈ ഭാഗത്തൊക്കെ നോൺ സീറോ വാല്യൂസ് ഉണ്ടാവുള്ളൂ. ഇവിടെയുള്ളത് മൊത്തം എന്തായിരിക്കും? സീറോ ആയിരിക്കും. ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കണ്ട, താഴെ മാത്രം നോക്കിയാൽ മതി, മുകളിലേക്ക് നോക്കേണ്ട, സീറോ ആയിരിക്കും. അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് നോക്കണ്ട, മുകളിൽ മാത്രമേ നോൺ സീറോ വാല്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ടാവുകയുള്ളൂ, താഴേക്ക് എന്തായാലും സീറോ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ എന്താണ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് 2 0 0 5 എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ ലാംഡ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 2 and 5. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് എ കെ ഇൻറ്റു ലാംഡ കെ എന്ന് പറയുന്നത് 0 കിട്ടും വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് 2 or 5. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, നമുക്കിവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 4 0 2 3. ദിസ് ഇസ് എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. കാരണം ഡയഗണലിലായിട്ടുള്ള 4 3യുടെ മുകളിലേക്കെല്ലാം സീറോ ആണ്, ആകരണേ ഉള്ളൂ, അത് സീറോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 4ഉം 3ഉം ആയിരിക്കും. അതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 1/2 0 1 2 and 0 1 എന്ന് പറയുന്ന രണ്ട് വെക്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ഏഗൻ വെക്റ്റേഴ്സ് ഓഫ് മെട്രിക്സ് എ ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ്. അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റെസിപ്രോക്കലുകൾ തമ്മിൽ ഇത് ചെയ്യണം. എന്നിട്ട് എന്താണ് റെസിപ്രോക്കൽ തമ്മിൽ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് ആവും, ബാക്കിയുള്ളതൊക്കെ തലതിരിഞ്ഞ് വരും. എന്നിട്ട് ബൈ ഡിറ്റർമിനൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് കിട്ടും. അങ്ങനെ എ ഇൻവേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4ഉം 1/3ഉം ആയിരിക്കും ഏഗൻ വെക്റ്റേഴ്സ് ഓഫ് ഏഗൻ വാല്യൂസ് ഓഫ് എന്താണ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എ ഇൻവേഴ്സ് 0 4 0 2 3യുടെ ഏഗൻ വെക്റ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും എന്തെന്ന് പറയുന്നത്? എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏഗൻ വെക്റ്റേഴ്സ് അല്ല, ഏഗൻ വാല്യൂസ് ഓർ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിപ്രോക്കലായിരിക്കും. മാത്രമല്ല അതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെയല്ല, ഇത് തന്നെയായിരിക്കും ഏഗൻ വെക്റ്റേഴ്സ്. ഏഗൻ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ ചില സമയങ്ങളിൽ നമുക്ക് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിൻ്റെ എന്താ പറയുക ഏഗൻ വാല്യൂസ് ഏഗൻ വെക്റ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പോയി ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എയുടെ ഏഗൻ വെക്റ്റേഴ്സും ഏഗൻ വാല്യൂസും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഏഗൻ വെക്റ്റേഴ്സിനെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് കിട്ടും. ഏഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ ഒന്നും എടുത്ത് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള ഏഗൻ വാല്യൂസിൻ്റെ കേസ്, കോംപ്ലക്സ് ഏഗൻ വാല്യൂസ്. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് മെട്രിക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഏഗൻ വാല്യൂസ് ഒക്കെ പറയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. കോംപ്ലക്സ് ഏഗൻ വാല്യൂസിൻ്റെ കോൺജുഗേറ്റുകളും എന്താണ് ഏഗൻ വാല്യൂസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ അതേപോലെ പറഞ്ഞിരുന്നു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ മെട്രിക്സിൻ്റെ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് ഒരു ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിപ്രോക്കൽ ആയിരിക്കും. എന്തിൻ്റെ? എയുടെ ഏഗൻ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. പക്ഷേ ഏഗൻ വെക്റ്റേഴ്സിന് മാറ്റം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ദീസ് ആർ ദ സ്പെഷ്യൽ കേസ് ഓഫ് ഏഗൻ വെക്റ്റേഴ്സ് ആൻഡ് ഏഗൻ വാല്യൂസ് ഇൻ അതർ മെട്രിസസ്. ജസ്റ്റ് അതൊന്നും മാത്രമേ നമ്മളിവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.